ഹലോ വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്. സഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉഷാറല്ലേ? നമ്മുടെ SSLC മാത്സ് റിവിഷൻ സീരീസിലെ 18ാമത്തെ വീഡിയോ ആണ് എൻ്റെ മക്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാമത്തെ ചാപ്റ്ററായ 9th ചാപ്റ്റർ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ലളിതമായ ഒന്ന് രണ്ട് കുഞ്ഞു കൺസെപ്റ്റ് മാത്രമുള്ള വെരി സിമ്പിൾ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ തന്നെ SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, ഈ 3 സെറ്റിലും കൂടി ആകെ 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളെ SCERTയുടെ സൈറ്റിലുള്ളൂ. ആ 3 ക്വസ്റ്റ്യൻസ് അതല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ 1 മാർക്ക് പോലും എൻ്റെ മക്കൾ നഷ്ടപ്പെടുത്തരുത്. സെറ്റല്ലേ? അപ്പൊ ഉടൻ തന്നെ നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ സമയം കളയാതെ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് തന്നെ പോകാം. റെഡി? എന്താണ് ആദ്യത്തെ വീഡിയോ? ആദ്യത്തെ വീഡിയോ അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? Which of the following are the coordinates of the points where the graph of the polynomial x square minus 4x intersect x axis? എന്താ ഇതിന്റെ മലയാളം? x square minus 4x എന്ന ബഹുപദത്തിന്റെ ചിത്രം x അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അതായത് നമുക്കൊരു ബഹുപദം, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. മക്കൾ ശ്രദ്ധിച്ചേ, ഒരു ബഹുപദം തന്നിട്ടുണ്ട്. ഏതാണ് ആ ബഹുപദം? എക്സ് സ്ക്വയർ മൈനസ് 4x സമം 0 നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ബഹുപദം, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ബഹുപദം എക്സ് അക്ഷത്തെ, എക്സ് ആക്സിസിനെ മുറിച്ച് കിടക്കുന്നെങ്കിൽ അതിലെ സൂചക സംഖ്യ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, എക്സ് അക്ഷത്തെ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ, മുറിച്ച് കിടക്കുകയാണെങ്കിൽ അതിലെ y കോർഡിനേറ്റ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ y 0 ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഒന്ന് നോക്കിക്കേ, എല്ലാത്തിലും y 0 തന്നെയാണ് അല്ലെ? എല്ലാത്തിലും y 0 അല്ലാതെ വരുന്ന ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേതാ. ഇത് y 0 അല്ലാത്ത ഓപ്ഷനാണ്. അപ്പൊ ബി അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. സി y 0 അല്ലാത്ത ഓപ്ഷനാണ്. അപ്പൊ സിയും അല്ല, ബിയും അല്ല, സിയും അല്ല എന്ന് ഈ ഓപ്ഷൻസ് കണ്ട മാത്രമേ എന്റെ മക്കൾ മനസ്സിലാക്കണം. കാരണം എക്സ് ആക്സിസിനെ മുറിച്ച് കിടക്കുന്ന കോർഡിനേറ്റിലെ y കോർഡിനേറ്റ് എന്തായിരിക്കും? y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൽ y കോർഡിനേറ്റ് 0 ആണോ? അല്ല. സോ ബി അല്ല, സി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഉള്ളത് ഏതാണ്? എ ആണ്, ഡി ആണ്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. എക്സ് സ്ക്വയർ മൈനസ് 4x സമം 0 ആണ്. ഇതില് 2 ടേംസേ ഉള്ളൂ, ഒരെണ്ണത്തിന്റെ കുറവുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗ തികവ്. എത്രയാണ്? +2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. റെഡി ആണല്ലോ? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 4ന്റെ പകുതി 2 സ്ക്വയർ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ഇനി ഒന്ന് നോക്കിക്കേ, എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ സമം എത്ര കിട്ടി? 4 കിട്ടി. ക്ലിയർ ആണ്? കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ദെൻ എക്സ് മൈനസ് 2 സമം സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ √4 എത്രയാണ്? +or-2 ആണ്. √4 എത്രയാണ്? +or-2. എന്താ ഇതിനർത്ഥം? ഒന്നെങ്കിൽ എക്സ് മൈനസ് 2 എന്താവണം? +2 ആവണം. അല്ലെങ്കിലോ എക്സ് മൈനസ് 2 എന്താവണം? -2 ആവണം. റെഡി ആണല്ലോ? എക്സ് മൈനസ് 2 ഒന്നെങ്കിൽ +2 ആവണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 എന്താവണം? -2 ആവണം. റെഡി? അത് ഞാനിതാ ഇപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ചെയ്യാം. എക്സ് മൈനസ് 2 എന്താവണം? -2 ആവണം, അല്ലെങ്കിൽ +2 ആവണം. ഇനി ഒന്ന് നോക്കിക്കേ, എക്സ് സമം 2 ഇപ്പുറത്തുണ്ട്. ഈ -2 അപ്പുറത്തേക്ക് പോയാൽ എന്തായി? +2 ആയി. അതായത് എക്സ് സമം എത്ര കിട്ടി? 4 കിട്ടി. ഇത് ഒരു ചോയ്സ് ആണ്. അടുത്തതോ, എക്സ് സമം -2 ഓൾറെഡി അപ്പുറത്തുണ്ട്. ഇപ്പുറത്തുള്ള -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? +2 ആയി മാറും. എക്സ് സമം -2 +2 അല്ലെ? എന്താണ്? 0 ആണ്. അപ്പൊ എക്സിന് 2 വാല്യൂസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ 4 അല്ലെങ്കിലോ 0. y ഓൾറെഡി 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ സാധ്യത 4 0 ആവാം. അല്ലെങ്കിലോ എക്സും 0 വൈയും 0, അതായത് 0 0. അതായത് 0 0 വരാം, അല്ലെങ്കിൽ 4 0 വരാം. ഇനി ഒന്ന് നോക്കിക്കേ, 4 0 0 0 വരുന്ന ഓപ്ഷൻ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ?
4000. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഒറ്റ മാർക്കേ ഉള്ളൂ. ഓക്കെ, റെഡി ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ നേരെ അപ്പുറത്തെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മക്കളൊന്ന് വായിച്ചേ, ഒന്ന് നന്നായിട്ട് വായിച്ചേ. എന്റെ കൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ സിനിമ കണ്ടിരിക്കുന്നത് പോലെ ഒരു കാരണവശാലും നമ്മുടെ വീഡിയോസ് കണ്ട് തള്ളിക്കളയരുത്. റെഡി ആണല്ലോ മക്കളെ? ഒന്ന് നോക്കിക്കേ. ഇതിലെ ഒരു ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, റൈറ്റ് ദി പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ക്ലിയർ അല്ലേ? Then calculate the coordinates of the points where the graph of the polynomial x square plus x minus 56 intersect the x-axis. മലയാളം നോക്കാം. x square plus x minus 56 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. റെഡി ആണല്ലോ? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 എന്ന ബഹുപദത്തിന്റെ ചിത്രം എക്സ് അക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യ എഴുതുക. എടാ, എക്സ് അക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബിന്ദു ആണെങ്കിൽ അതിൽ y എന്തായിരിക്കും? 0. y 0 ആയിരിക്കും. അപ്പൊ എക്സിന്റെ വാല്യൂ മാത്രം കണ്ടാൽ മതി. ഇതില് എക്സിന്റെ വാല്യൂ മാത്രം കണ്ടാൽ മതി. സെറ്റ് ആണല്ലോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം എന്താ ക്വസ്റ്റ്യൻ? നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതണം. അതിന് നമുക്ക് പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എത്രയാ തന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സെറ്റ് ആണല്ലോ? എന്താ ഇതിനർത്ഥം? എ പ്ലസ് ബി ചെയ്താൽ, നന്നായിട്ട് ശ്രദ്ധിച്ചോ, എ പ്ലസ് ബി ചെയ്താൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. എ പ്ലസ് ബി ചെയ്താൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? ഒന്നുമില്ല. അതിനർത്ഥം 1 എന്നാണ്. 1. അതായത് എ പ്ലസ് ബി ചെയ്താൽ 1 കിട്ടണം. ഇനി ഒന്ന് നോക്കിക്കേ, എ ഇൻറ്റു ബി ചെയ്താൽ എത്ര കിട്ടണം? മൈനസ് 56. അതായത് എ ബി സമം എത്ര കിട്ടണം? മൈനസ് 56 കിട്ടണം. ഇതുവരെ ക്ലിയർ ആണോ? എന്താ പറഞ്ഞത്? ഇവിടെ ഉള്ളത് എ പ്ലസ് ബി ആണ്, ഇവിടെ ഉള്ളത് ഏതാണ്? എ ഇൻറ്റു ബി ആണ്. അപ്പൊ എ പ്ലസ് ബി ചെയ്താൽ ഇവിടെയുള്ള പ്ലസ് 1 കിട്ടണം. എ ഇൻറ്റു ബി ചെയ്താൽ ഇവിടെയുള്ള മൈനസ് 56 കിട്ടണം. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ എയും ബിയും ആണ് കാണേണ്ടത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ 56 കിട്ടും? ഒന്ന് നോക്കിക്കേ. 8 ഇൻറ്റു 7 സമം എന്താണ്? 56 ആണ്. മക്കളെ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. 8 ഇൻറ്റു 7 സമം എത്രയാണ്? 56 ആണ്. 8ഉം 7ഉം ഗുണിച്ചാൽ 56 ആണ്. ഇനി ഒന്ന് നോക്കിക്കേ, 8ഉം 7ഉം ഗുണിച്ചാൽ 56 കിട്ടിയാൽ പോരാ, നമുക്ക് മൈനസ് 56 കിട്ടണം. അതിനർത്ഥം 8നോ അല്ലെങ്കിൽ 7നോ ചിഹ്നം മൈനസ് ആണ്. നമുക്ക് മൈനസ് 56 കിട്ടണം. 8 ഇൻറ്റു 7 ചെയ്താലാണ് 56, ബട്ട് നമുക്ക് വേണ്ടത് മൈനസ് 56 ആണ്. അപ്പൊ ഞാനിവിടെ ഒരു മൈനസ് കൊടുത്തു. ഇനി 8നോ അല്ലെങ്കിൽ 7നോ നമുക്ക് എന്ത് കൊടുക്കണം? 8നോ അല്ലെങ്കിൽ 7നോ നമുക്ക് എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. അപ്പൊ ഏത് കൊടുക്കും? ഇവിടെ നോക്കിക്കേ, രണ്ടും കൂടി കൂട്ടിയാൽ പ്ലസ് ആണ് കിട്ടേണ്ടത്. അപ്പൊ ചിഹ്നം മൈനസ് ഏതിനാ വേണ്ടത്? വലുതിനാണോ ചെറുതിനാണോ? ഒന്ന് പറഞ്ഞേ. ചെറുതിനാണ്. അതായത് മൈനസ് നിങ്ങൾ ഏതിന് കൊടുക്കണം? 7ന് കൊടുക്കണം. അപ്പൊ മക്കളെ ഒന്ന് നോക്കിക്കേ, 8 ഇൻറ്റു മൈനസ് 7 എത്രയാണ്? മൈനസ് 56 ആണ്. 8 പ്ലസ് മൈനസ് 7, 8ന് 7 കുറച്ചാൽ ബാക്കി എത്രയാണ്? പ്ലസ് 1 ആണ്. അപ്പൊ നമുക്ക് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആ രൂപത്തിലേക്ക് മാറ്റി എഴുതുമ്പോ എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 7 സമം എന്ത് കിട്ടിയതാ? ഈ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 കിട്ടി. അതായത് രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതണം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? എക്സ് പ്ലസ് 8, കാരണം ഇത് പ്ലസ് 8 ആണ്. എക്സ് മൈനസ് 7 കാരണം ഇത് എന്താണ്? മൈനസ് 7 ആണ്. അതുകൊണ്ട് എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 7 ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 കിട്ടുക. റെഡി ആണല്ലോ? 2 മാർക്ക് അടിച്ചു പൊളിച്ചു വാങ്ങാൻ പറ്റിയ സിമ്പിൾ ക്വസ്റ്റ്യൻ. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്സ് of the points where the graph of the polynomials x square plus x minus 56 intersect the x-axis. എന്താണ്? x square plus x minus 56 എന്ന ബഹുപദത്തിന്റെ ചിത്രം x അക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യ കണക്കാക്കുക. എടാ, x അക്ഷത്തെ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ, x ആക്സിസിനെ മുറിച്ചു കിടക്കുകയാണെങ്കിൽ അതിന്റെ y എന്തായിരിക്കും? 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ y 0 ആണ്.
ഇനി എക്സ് മാത്രം കണ്ടാൽ മതി. ഈ കാണുന്നതിൽ എക്സിന്റെ വാല്യൂ കണ്ടാൽ മതി. ഈ കാണുന്നതിൽ എക്സിന്റെ വാല്യൂ ഏതാണത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56. അത് നമുക്ക് കിട്ടി. രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ എത്രയാണ് നമ്മൾ എഴുതിയത്? എക്സ് പ്ലസ് 8 അല്ലെ? എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 7 ആണ് അല്ലെ? ഇതിനെ നമുക്ക് എന്താക്കാം? 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 7 ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം. അതിനർത്ഥം രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഒന്ന് നോക്കിക്കുക, ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും ഗുണിക്കുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം. എടാ, രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ 0 കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സംഖ്യ എന്തായിരിക്കണം? 0 ആയിരിക്കണം. നിങ്ങളൊന്ന് നോക്കി, 4 ഇൻറ്റു 3 0 ആണോ? അല്ല, 12. 2 ഇൻറ്റു 2 0 ആണോ? അല്ല, 4 ആണ്. 3 ഇൻറ്റു 3 0 ആണോ? അല്ല, 9 ആണ്. അപ്പൊ രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒന്ന് 0 ആണോ? ഇനി നോക്കിക്കുക, 0 ഇൻറ്റു 10 എത്രയാ? 0. 4 ഇൻറ്റു 0 എത്രയാണ്? 0. 5 ഇൻറ്റു 0 എത്രയാണ്? 0. 0 ഇൻറ്റു 8 എത്രയാണ്? 0 ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യ 0 ആണെങ്കിൽ അത് മൊത്തം എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 8 0 ആണ്. അല്ലെങ്കിലോ എക്സ് മൈനസ് 7 എന്താണ്? 0 ആണ്. 8 മൈനസ് 7 അല്ല മക്കളെ, എന്താണ്? എക്സ് മൈനസ് 7 ആണ് കേട്ടോ. എക്സ് മൈനസ് 7 എന്താണ്? 0 ആണ്. സെറ്റ് ആണല്ലോ. ഇനി ഒന്ന് നോക്കിക്കേ, എക്സ് സമം 8 പ്ലസ് 8 അപ്പുറത്തേക്ക് പോയാൽ എന്തായി? മൈനസ് 8 ആയി. ഇവിടെ എക്സ് സമം -7 അപ്പുറത്തേക്ക് പോയാൽ എന്തായി? +7 ആയി. അപ്പൊ നമുക്ക് രണ്ട് എക്സിന്റെ വാല്യൂസ് നമുക്ക് രണ്ടെണ്ണം കിട്ടി. ഇതിൽ y എന്താണ്? 0 ആണ്. അപ്പൊ ആദ്യത്തെ കോർഡിനേറ്റ് -8 0. അടുത്തതോ 7 0. ഇനി ഒന്ന് നോക്കിക്കേ, -8 ആണ് എക്സിന്റെ വാല്യൂ. y എന്താണെന്ന് നമ്മൾ പറഞ്ഞു? 0 ആണ്. 7 ആണ് എക്സിന്റെ വാല്യൂ. 0 ആണ് എന്ത്? വൈയുടെ വാല്യൂ. അപ്പൊ രണ്ട് സൂചക സംഖ്യകൾ കിട്ടി, രണ്ട് കോർഡിനേറ്റ് കിട്ടി. ഈ രണ്ട് കോർഡിനേറ്റിന്റെയും പ്രത്യേകത എന്താ? ഇത് എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യും, എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കും. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇതിന് നോക്കിക്കാൻ മക്കളെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. കണ്ടോ? ഇത് കാണുന്നു, എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് നമ്മുടെ പോക്കറ്റിലായി. ബാക്കി എത്ര നോക്കിയാൽ മതി? 76 നോക്കിയാൽ മതി. റെഡി ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ ഇതേപോലത്തെ സെയിം സാധനം ഇതാ SCRT-യുടെ പേപ്പറിൽ വന്നതാ. രണ്ട് സെറ്റില്, ഇത് ബി സെറ്റിലും ഇത് സി സെറ്റിലും വന്നതാ. സെയിം ക്വസ്റ്റ്യൻസ്. ഒന്ന് നോക്കിക്കേ, റൈറ്റ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. ഇവിടെ എന്തായിരുന്നു? പ്ലസ് എക്സ് ആയിരുന്നു. ചെറിയൊരു മാറ്റമുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 56 ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? വാട്ട് ഷുഡ് ബി ദി എക്സ് ടു മേക്ക് 2x സ്ക്വയർ മൈനസ് 2x മൈനസ് 112 is equal to 0. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? മലയാളം നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 56 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. നേരത്തെ ചെയ്ത സെയിം പ്രോസസ്. ദെൻ 2x സ്ക്വയർ മൈനസ് 2x മൈനസ് 112 സമം 0 ആണെങ്കിൽ എക്സ് എന്താകണം? അല്ലെങ്കിൽ എക്സ് എന്താകുന്നാണ് മക്കളെ കാണേണ്ടത്. ഒന്ന് നോക്കിക്കേ, നമുക്ക് ഒരു പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് സമം എന്താ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 56 എന്ന് തന്നിട്ടുണ്ട്. മക്കളെ നിങ്ങളൊന്ന് നോക്കിക്കേ, എയും ബിയും കൂട്ടിയാൽ എത്ര കിട്ടണം? എയും ബിയും കൂട്ടിയാൽ എത്ര കിട്ടണം? 1 ആണോ മൈനസ് 1 ആണോ? -1 ആണ്. കാരണം ഇവിടുത്തെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അതായത് എയും ബിയും കൂട്ടിയാൽ -1 കിട്ടണം. എയും ബിയും കൂട്ടിയാൽ -1 കിട്ടണം. ഇനി ഒന്ന് പറഞ്ഞേ, എയും ബിയും ഗുണിച്ചാൽ, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടണം? -56 കിട്ടണം. അതായത് എ ബി സമം -56 കിട്ടണം. ഏതൊക്കെയാണ് ആ സംഖ്യ എന്ന് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തു. ഏതൊക്കെയാണ്? 8 ഇൻറ്റു 7 ചെയ്താലാണ് 56. നന്നായിട്ട് ശ്രദ്ധിച്ചോ. 8 ഇൻറ്റു 7 ചെയ്താലാണ് എന്ത്? 56. പക്ഷെ ഇവിടെ നോക്കിക്കേ, നമുക്ക് 56 ആണോ കിട്ടേണ്ടത്? അതോ -56 ആണോ? -56. അപ്പൊ ഞാൻ മൈനസ് കൊടുത്തു. അപ്പൊ ഇനി 8നോ അല്ലെങ്കിൽ 7നോ നമ്മൾ മൈനസ് കൊടുക്കണം. അപ്പൊ ഒന്ന് നോക്കിക്കേ, ഇത് ഒന്നെങ്കിൽ 8ന് മൈനസ് ആവണം, അല്ലെങ്കിൽ 7ന്. നേരത്തെ നമ്മൾ 7ന് മൈനസ് കൊടുത്താൽ, ചെറുതിന് മൈനസ് കൊടുത്താൽ ഇവിടെയുള്ള ഉത്തരം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അപ്പൊ വലുതിന് മൈനസ് കൊടുത്താൽ ഇവിടെയുള്ള ഉത്തരം എന്തായിരിക്കും? മൈനസ്. അപ്പൊ നോക്കിക്കേ, ഇവിടെയുള്ള ഉത്തരം ഏതാണ്? മൈനസ് ആണ്. അപ്പൊ നമ്മൾ വലുതിനാണ് മൈനസ് കൊടുക്കേണ്ടത്. -8 ഇൻറ്റു 7 ആണ് എന്ത്? -56. -8 പ്ലസ് 7 എന്താണ്? -1 ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിത് മാറ്റി എഴുതാം. എങ്ങനെ? എക്സ് -8 ഇൻറ്റു
എക്സ് പ്ലസ് 7 ഇസ് ഈക്വൽ ടു എന്താണ് ഇവിടുത്തെ പോളിനോമിയൽ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 56 എന്ന് നമുക്ക് മാറ്റി എഴുതാം. അതായത് ഈ കാണുന്ന ഒരു ബഹുപദത്തെ പോളിനോമിയലിന് നമ്മൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഒന്നാകൃതി ബഹുപദത്തിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഗുണനഫലമായിട്ട് എഴുതി. സെറ്റാണല്ലോ? വെരി വെരി സിമ്പിൾ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം എന്താ? അത് ഞാൻ ഇപ്പുറത്താ ചെയ്യുന്നത്. 2x സ്ക്വയർ മൈനസ് 2x മൈനസ് 112 സമം 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയെന്നാണ്? ഒന്ന് നോക്കിക്കേ. എടാ ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. എല്ലാറ്റിലും ഒരു 2 ഉണ്ട്. 2 മീൻസ് ഇരട്ട സംഖ്യയാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ കംപ്ലീറ്റ് ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. കംപ്ലീറ്റ് ഇക്വേഷൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? 2 കൊണ്ട്. എല്ലാറ്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 2 ക്യാൻസൽ ചെയ്തു, ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കി ഇവിടെ എന്താണത്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ഇവിടെ ഒന്ന് നോക്കിക്കേ. 112/2 112ന്റെ പകുതി 112ന്റെ പകുതി എത്രയാണ്? 56 സമം 0/2 എത്ര തന്നെയാണ്? 0 തന്നെയാണ്. ഇയാളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കി. ഈ മുഖം നിങ്ങൾ എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ നോക്കിക്കേ. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ച പോലെ ഈ മുത്തുമണിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മക്കളെ? ദാ കിടക്കുന്നു. ഈ മുത്തുമണി തന്നെയാണ് ഈ മുത്തുമണി. അപ്പൊ 2 മുത്തുമണിയും ഒരേ മുത്തുമണി. അപ്പൊ നോക്കിക്കേ, ഈ സാധനത്തിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ആ സാധനത്തിനെയും നമുക്ക് അങ്ങനെ എഴുതാം. എങ്ങനെ നമ്മൾ എഴുതി? ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് മൈനസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 7 സമം 0 എന്ന് എഴുതിക്കൂടെ? എഴുതിക്കൂടെ. കാരണം എന്താ? ഈ 2 മുത്തുമണികളും എന്ത് തന്നെയാണ്? സെയിം ആണ്. സെറ്റാണല്ലോ? ഇനി നിങ്ങൾ പറ. ഞാൻ എഴുതാം. എന്താണ് ഇത്? 2 സംഖ്യകൾ ഗുണിച്ചാൽ എത്ര കിട്ടണം? 0 കിട്ടണം. അപ്പൊ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് എക്സ് മൈനസ് 8 0 ആവണം. അല്ലെങ്കിലോ എക്സ് പ്ലസ് 7 എന്താവണം? 0 ആവണം. റെഡി ആണല്ലോ? എക്സ് മൈനസ് 8 അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് 8 ആയി. അപ്പൊ എക്സിന്റെ ഒരു വാല്യൂ, ഒരു വില എത്രയാണ്? 8 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് സമം പ്ലസ് 7 അപ്പുറത്തേക്ക് പോയാൽ എന്താകും മക്കളെ? -7 ആകും. അപ്പോ എക്സ് എന്താകണം? എക്സ് ഏതാകും? ഒന്നെങ്കിൽ 8 ആകും, അല്ലെങ്കിൽ എന്താകും? -7 ആകും. പെർഫെക്റ്റ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ 4 മാർക്ക് നോക്കിയേ. 4 മാർക്ക് സുഖസുന്ദരമായിട്ട് ഈസി വാക്ക് ഓവർ, എളുപ്പത്തിൽ അല്ലെ? ബഹുമതങ്ങളും സമവാക്യങ്ങളും പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ SCRTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിൽ ഇങ്ങനത്തെ ഹൈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ SCRTയിലുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഒരു ഡെപ്ത് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് 2 പാർട്ട് വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. എൻ്റെ മക്കൾ ആ വീഡിയോ കൂടി നിർബന്ധമായിട്ടും കാണണം. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണ് ആ ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് വെർ ദ ഗ്രാഫ് ഓഫ് 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 5 ഇന്റർസെക്ട് ദി എക്സ് ആക്സിസ്? സെയിം സാധനം. ഒന്ന് നോക്കിക്കേ. ഇപ്പൊ നമ്മളിതാ SCRTയുടെ മോഡൽ ക്വസ്റ്റ്യൻ ആ ചെയ്യുന്നത്. എത്ര തവണയായി ഈ എക്സ് ആക്സിസിനെ മുറിച്ച് കിടക്കുന്ന ഇന്റർസെക്ട് ചെയ്യുന്നത്? എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ y എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് മക്കൾ മനസ്സിലാക്കണം. 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 5 എന്ന ബഹുപദ ചിത്രം എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതണം. വെരി വെരി സിമ്പിൾ. ഒന്ന് പറഞ്ഞേ. 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 5 സമം 0. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മുത്തുമണി തന്നത്. റെഡി ആണല്ലോ? എടാ, ഇതൊരു രണ്ടാകൃതി, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, ഒരു രണ്ടാകൃതി ബഹുപദമാണ്. ഇതിൽ എ എന്താ? എന്നുള്ളത് 0 ആയി അല്ലെ? ഇതിൽ എ എന്താ മക്കളൊക്കെ പറഞ്ഞേ? ഇതിൽ എ എന്താ? ബി എന്താ? സി എന്താ? അതാണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത്. എ എന്താ? ബി എന്താ? സി എന്താ? എന്താണ് എ? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് എ. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി. എക്സ് സ്ക്വയറും എക്സും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് സി. റെഡി ആണല്ലോ? അപ്പൊ എ എന്താണ്? 3 ആണ്.
ബി എന്താണ്? 2 ആണ്. സി എന്താണ്? 5 ആണോ? അല്ല, ചിഹ്നം പ്രധാനമാണ്, -5 ആണ്. ക്ലിയർ ആണല്ലോ? എല്ലാത്തിലും ചിഹ്നം പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കാണാൻ നമ്മളൊരു അടിപൊളി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? എക്സ് സമം -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇതറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ല അല്ലേ? ഉറപ്പല്ലേ? ഇതറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ല. ഇത് പാട്ട് പഠിക്കുന്നത് പോലെയൊക്കെ പഠിക്കുന്നതാണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ സൈലത്തിന്റെ ഒക്കെ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? -b പ്ലസ് ഓർ മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ഇതെന്താണെന്ന് അറിയാത്ത കുട്ടികൾക്ക് വരെ ഇക്വേഷൻ അറിയാം. ഓക്കെ, അതെന്തായാലും നല്ലൊരു ഒരു അടിപൊളി സംഭവമാണ്. നമുക്കിനി ഇതിന്റെ ബാക്കി നോക്കിയാൽ മതിയല്ലോ. ഒന്ന് നോക്കിക്കേ. എക്സ് സമം -b എന്താ? -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്രയാണ്? 3 ഇൻറ്റു സി എത്രയാണ്? -5 ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എത്രയാണ്? 3 ആണ്. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ എക്സ് സമം, മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ, എക്സ് സമം -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ 4 ആണ്. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 2 മൈനസും കൂടി ഗുണിച്ചാൽ എന്താകും? പ്ലസ് ആകും. അങ്ങനെയെങ്കിൽ 4 3 12 ഇൻറ്റു 5 എത്രയാണ്? 60/6. ഇതുവരെ ക്ലിയർ ആണ്? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി നോക്കിക്കേ. എക്സ് സമം -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 പ്ലസ് 60 എത്രയാണ്? 64/6 ആണ്. എന്താണ് ഇതിനർത്ഥം? എന്താണ്? എക്സ് സമം -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 64ന്റെ വാല്യൂ എത്രയാണ്? 8/6 ആണ്. അപ്പൊ എക്സിന് നമുക്ക് 2 വാല്യൂ കിട്ടും. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ മക്കളെ അപ്പുറത്ത് ചെയ്യാൻ പോവാം. നമ്മൾ മറുകടം ചാടാൻ പോവാം. എന്താ കിട്ടിയത്? എക്സ് സമം -2 പ്ലസ് ഓർ മൈനസ് 8/6 കിട്ടി. ഇതിനർത്ഥം എക്സിന് 2 വാല്യൂ ഉണ്ട്. ഏതാ ഒന്നാമത്തെ വാല്യൂ? എക്സ് സമം -2 പ്ലസ് 8/6. -2 പ്ലസ് 8/6. അല്ലെങ്കിലോ എക്സ് സമം -2 മൈനസ് 8/6. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? ദാറ്റ് മീൻസ് എക്സ് സമം -2 പ്ലസ് 8 -2 പ്ലസ് 8 -2 പ്ലസ് 8 എന്താണ്? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. അതായത് 8ൽ നിന്നും 2 കുറച്ചാൽ 6/6. എക്സ് സമം എത്ര കിട്ടി? 1. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 1 കിട്ടി. അടുത്തത് എക്സ് സമം -2 മൈനസ് 8. രണ്ടിന്റെയും ചിഹ്നം മൈനസ് ആണ്. 2ഉം കൂടി കൂട്ടി 10, ചിഹ്നം മൈനസ് ഇടണം 6. അതായത് എക്സ് സമം -5/3 എന്നും നമുക്ക് എഴുതാം. ഇനി സൂചക സംഖ്യകൾ ഏതാണ് എന്നാണ് കാണേണ്ടത്. അതായത് ഒന്നാമത്തതില് എക്സ് 1 ആണ്, y 0 ആണെന്ന് നമുക്കറിയാം. രണ്ടാമത്തതിലോ എക്സ് -5/3 ആണ്, y എത്രയാണ്? 0 ആണ്. അപ്പൊ ആ 2 സൂചക സംഖ്യകളും നമുക്ക് കിട്ടി. ഏതൊക്കെയാണ്? 1 0 -5/3 0. സെറ്റ് ആണല്ലോ മക്കളെ? അപ്പൊ നമ്മൾ ഇന്ന് 9ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ എളുപ്പമുള്ള ഒരു 4 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് മുഴുവനും SCERT മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. 3 സെറ്റ് ABC 3 സെറ്റ് SCERTയുടെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. ആ സൈറ്റിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ആ 3 സെറ്റിലും കൂടി ആകെ എത്ര ക്വസ്റ്റ്യൻ അതിൽ കാണുന്നുള്ളൂ. റെഡി ആണല്ലോ? അപ്പോൾ പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ 2 പാർട്ട് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് മക്കളെ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.